അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 8, 2024 കർണാടകയിലെ കൊടക് ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ അവിടെ എന്നത്തെയും പോലെ രാവിലെ അവിടെയുള്ളൊരു കോഫി പ്ലാന്റേഷനിലത്തെ തൊഴിലാളികൾ വർക്ക് ചെയ്യാനായിട്ട് എത്തിയതായിരുന്നു. അപ്പോഴാണ് അവർ ദൂരെ ഒരു കാഴ്ച കാണുന്നത്. എന്തോ ഒന്ന് കത്തിക്കരിഞ്ഞ് കിടക്കുന്നുണ്ട്, ചെറുതായിട്ട് പുകയുന്നുമുണ്ട്. അപ്പോൾ ആരെ എന്ത് ഈ സമയത്ത് ഇവിടെ കത്തിച്ചു എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു സ്ഥലത്തോട്ട് എത്തി നോക്കുമ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവർ കാണുന്നത്. അത് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു ബോഡിയായിരുന്നു. ഉടനെ തന്നെ ആ ഒരു പ്ലാന്റേഷനിലെ തൊഴിലാളികൾ അവരുടെ ഓണേഴ്സിനെയും അതുപോലെ തന്നെ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ സ്ഥലത്തെത്തി. അവരെത്തി നോക്കുമ്പോൾ ആ ഒരു ബോഡി ഏകദേശം 50% കത്തിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ തിരിച്ചറിയാനാകാത്ത വിധം വികൃതമായിരുന്നു. ഈവൻ അതൊരു പുരുഷനാണോ സ്ത്രീയാണോ എന്ന് വരെ മനസ്സിലാക്കാൻ പറ്റാത്തത്ര രീതിയിൽ ആ ഒരു ബോഡി കത്തിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കോഫി പ്ലാന്റേഷൻ ഇത്തിരി ഡെസേർട്ടഡ് ആയിട്ടുള്ള ഏരിയയിലാണ്. ടൂറിസ്റ്റുകളോ അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക്കോ അങ്ങോട്ട് വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ആംഗിളിലും പോലീസുകാരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള കണ്ടിട്ടുണ്ടോ എന്നുള്ളതും കൂടെ പോലീസുകാർ ചോദിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു അവരുടെ മറുപടി. പോലീസുകാർ നോക്കുമ്പോൾ 2 രീതിയിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടാവുക. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊന്നിട്ട് ഇതേപോലെ തന്നെ അവിടെ കൊണ്ടുവന്ന് കത്തിച്ചിട്ടുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മർഡർ നടന്നിരിക്കുന്നത് ആ പ്ലാന്റേഷനിൽ വെച്ച് തന്നെ ആയിരിക്കും. എന്തൊക്കെയാണെങ്കിലും ചുറ്റും വല്ല CCTV കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് പോലീസുകാർ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്ലാന്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ മാറിയിട്ട് ഒരു വീട്ടിലൊരു CCTV ഉള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്ലാന്റേഷനിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിലൂടെ ക്രോസ് ചെയ്ത് വരണം. അപ്പോൾ അങ്ങോട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു CCTVയിൽ പതിയാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ പോലീസുകാർ അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അവരത് നോക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു വിഷ്വൽസും കാര്യങ്ങളും അനലൈസ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽ പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു റെഡ് കളർ മെഴ്സിഡസ് ബെൻസ് കാർ ആ ഒരു വഴിയിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ കൊലപാതകികൾ ആ ഒരു കാറിൽ തന്നെ ആയിരിക്കും വന്നത് എന്നുള്ള കാര്യം പോലീസിന് തീർച്ചയാവുകയാണ്. എന്നാൽ ആ ഒരു കാറിൻ്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും തന്നെ ക്ലിയർ ആയിരുന്നില്ല ആ ഫുട്ടേജിൽ. അപ്പോൾ പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് വരാൻ സാധ്യതയുള്ള വഴികളൊക്കെ ഉണ്ടല്ലോ, ആ വഴികളിലും മറ്റുള്ള CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അതായത് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരുപാടധികം CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവർ പരിശോധിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് കാർ വന്ന ഡയറക്ഷൻ മനസ്സിലാക്കി. അതിലും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാർ കർണാടക രജിസ്ട്രേഷൻ ആയിരുന്നില്ല, അത് തെലങ്കാന രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. എന്താണെങ്കിലും ഓക്കെ, ആ ഒരു വണ്ടി ആരുടേതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന് ഒരു തുമ്പ് കിട്ടുമെന്ന് പോലീസുകാർ കരുതുകയാണ്. അങ്ങനെ ആ ഒരു വണ്ടി ആരുടേതാണെന്ന് അവർ അന്വേഷിക്കുകയാണ്. അപ്പോൾ രമേശ് കുമാർ എന്ന് പറയുന്ന തെലങ്കാനയിലുള്ള ഒരു ബിസിനസ്സുകാരൻ്റെതാണ് ആ ഒരു വണ്ടി എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. സോ ആ ഒരു രമേശ് കുമാറിനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ആളുടെ കാർ ആ സമയത്ത് കോഫി പ്ലാന്റേഷനിൽ എത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ കിട്ടും. അങ്ങനെ ഈ ഒരു കൊലപാതകം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു പോലീസുകാർ കരുതിയത്. അങ്ങനെ തെലങ്കാന പോലീസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നേരെ ഒരു രമേശ് കുമാറിന്റെ വീട്ടിലോട്ട് അവരെത്തുമ്പോഴാണ് അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പോലീസുകാർ മനസ്സിലാക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ രമേശ് കുമാർ ഉണ്ടായിരുന്നില്ല, അവിടുത്തെ സ്റ്റാഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്റ്റാഫ് പോലീസിനോട് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശ് കുമാറിനെ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാനില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ രമേശ് കുമാറിന്റെ വൈഫ് ഓൾറെഡി ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെയാണെന്നുണ്ടെങ്കിൽ എവിടെ അന്വേഷിച്ചിട്ടും പോലീസിനും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരുടേതാണ് ആ ഒരു ബോഡി? അതിപ്പോൾ രമേശ് കുമാറിൻ്റെതാണോ, അല്ലാന്നുണ്ടെങ്കിൽ അയാൾ കൊലപ്പെടുത്തിയ മറ്റാരുടേതെങ്കിലും ആണോ? കർണാടകയെയും തെലങ്കാനയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ആ ഒരു ബിസിനസ്സുകാരൻ്റെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. പോലീസുകാർ നോക്കുമ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 7 രമേശ് കുമാറിന്റെ വൈഫായിട്ടുള്ള നിഹാരിക ആളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു നിഹാരികയെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പ് കിട്ടുമെന്ന് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നിഹാരികയെ അവർ അന്വേഷിക്കുകയാണ്. എന്നാൽ നിഹാരികയാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവരെവിടെ പോയി എന്ന് ഇവരെ കൊണ്ട് ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. യെസ്, പോലീസുകാർ നോക്കിയപ്പോൾ 2 പേരെയും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഹസ്ബൻഡിനെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വൈഫ് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇപ്പോൾ വൈഫിനെയും കാണാനില്ല. എന്നാലും ആ ഒരു കാറ് പോയ റൂട്ടും കാര്യങ്ങളൊക്കെ പോലീസിന് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അങ്ങനെ ആ ഒരു റൂട്ട് പോലീസുകാർ മാർക്ക് ചെയ്യാണ്. അതായത് അവർ പോയിട്ടുള്ള ടോൾ ബൂത്ത് കാര്യങ്ങൾ, അതേപോലെ തന്നെയുള്ള പബ്ലിക് CCTV വിഷ്വൽസ് അതൊക്കെ വെച്ച് കയറ്റി എല്ലാ വിഷ്വൽസും അവർ കളക്ട് ചെയ്യാണ്. ഏകദേശം 500-ലേറെ വിഷ്വൽസ് പോലീസിന് ലഭിക്കുകയാണ്. അതായത് ഈ ഒരു കാറ് പാസ് ചെയ്ത് പോകുന്നതിൻ്റെ വിഷ്വൽസ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില വിഷ്വൽസ്
വിഷ്വൽസ് തീരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ചില വിഷ്വൽസ് നല്ല ക്ലാരിറ്റി ഉള്ളതുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുമ്പോൾ ചില വിഷ്വൽസിൽ ആ കാറിലുള്ള ആളുകളെ തന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു രമേഷ് കുമാറിൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോലീസുകാർ കാണിക്കുകയാണ്. ഈ ഒരു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണെന്ന് അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷൻ ആരാണെന്നുള്ളത് അവർക്കറിയില്ല, എന്നാൽ ആളുടെ സൈഡിലിരിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ ആരാണെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതാരാണെന്ന് ചോദിച്ചപ്പോൾ അത് വേറെ ആരും ആയിരുന്നില്ല, ഈ ഒരു രമേഷ് കുമാറിൻ്റെ വൈഫായിട്ടുള്ള നിഹാരിക തന്നെയായിരുന്നു. അപ്പോഴാണ് പോലീസിന് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത്. രമേഷ് കുമാറിനെ കാണാതായി, ആളുടെ വൈഫായിട്ടുള്ള നിഹാരിക മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. എന്നാൽ ആ ഒരു കാറിൻ്റെ ഉള്ളിൽ വേറെ മൂന്നാമത്തെ ഒരാൾ കൂടിയുണ്ട്. അപ്പോൾ ആളാരാണെന്നുള്ളത് ആർക്കും അറിയില്ല. സോ ഇയാളുടെ തിരോധാനത്തിന് പിന്നിൽ ഈ ഒരു നിഹാരികക്ക് പങ്കുണ്ടെന്നുള്ളത് പോലീസിന് തീർച്ചയാവുകയാണ്. അതേപോലെ തന്നെ ആ ഒരു ബോഡി ഈ രമേഷ് കുമാറിൻ്റെതാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതും പോലീസുകാർ മനസ്സിലാക്കുകയാണ്. സോ ഈ ഒരു നിഹാരികയെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കേസിൽ ഒരു തുമ്പ് കിട്ടുമെന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി. അടുത്തതായിട്ട് പോലീസുകാർ അവരുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്യാണ്. അവരുടെ ലാസ്റ്റത്തെ നോൺ ലൊക്കേഷൻ നോക്കുമ്പോൾ ബാംഗ്ലൂരാണ്. സോ അവരവിടെ നിന്ന് നേരെ ബാംഗ്ലൂരോട്ട് എസ്കേപ്പ് ആയിട്ടുണ്ടാകും എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. പോലീസുകാർ ആ ഒരു ഫോണിനെ ഓൺ ആവുന്നത് നോക്കിയിരുന്നു. അതേപോലെ തന്നെ ബാംഗ്ലൂർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പോലീസുകാർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പെട്ടെന്നുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ ഓൺ ആവുകയാണ്. പോലീസ് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാണ്. അപ്പോൾ അവരൊരു വീടിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലായി. ആ വീട് പോലീസുകാർ റൗണ്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സത്യത്തിൽ ആ ഒരു വീട് ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടറുടേതായിരുന്നു. നിഖിൽ എന്നായിരുന്നു ആ ഡോക്ടറിന്റെ പേര്. അങ്ങനെ പോലീസുകാർ ഈ ഒരു നിഖിലിനെയും അതേപോലെ തന്നെ നിഹാരികയെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നിഹാരികയുടെ അടുത്ത് ചോദിച്ചു ഹസ്ബൻഡ് എവിടെ, എന്തു പറ്റിയെന്നുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞു ഹസ്ബൻഡിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല, ഞാൻ തെലങ്കാനയിൽ ആ ഒരു വീട്ടിലിരിക്കുമ്പോൾ ഫുൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ ചിന്തകളും കാര്യങ്ങളും തന്നെ വരികയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടറുടെ അടുത്തോട്ട് വന്നത്. കുറച്ച് ദിവസം ഇവിടെ ഒന്ന് സമാധാനമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, വേറൊന്നും എനിക്കറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു നിഹാരിക പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അടുത്തതായിട്ട് പോലീസുകാർ ചോദിച്ചത് നീ ഒറ്റക്കാണോ വന്നത്, നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ പറഞ്ഞു ഞാൻ ഒറ്റക്കാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ബസ് പിടിച്ചാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാർ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ കാർ ഹസ്ബൻഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ആ ഒരു കാർ വീട്ടിലെ ഗ്യാരേജിൽ കിടക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയാണ്. ഈ സ്ത്രീ പറയുന്നത് മുഴുവൻ കല്ലിൽ വെച്ചുള്ള നുണയാണെന്നുള്ളത് പോലീസിന് ഓൾറെഡി അറിയായിരുന്നു. അങ്ങനെ പോലീസുകാരുടെ അടുത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വിഷ്വൽസൊക്കെ ഈ ഒരു സ്ത്രീയെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ താൻ പെട്ടു എന്നുള്ള കാര്യം നിഹാരികക്ക് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ പോലീസിൻ്റെ അടുത്ത് അവർ ആ ഒരു കാര്യം സമ്മതിക്കുകയും ചെയ്തു. യെസ്, രമേഷ് കുമാർ ഇപ്പോൾ ജീവനോടെ ഇല്ല. അതേപോലെ തന്നെ കൊടകിലെ ആ ഒരു കോഫി പ്ലാന്റേഷനിൽ നിന്ന് ഇവർക്ക് കിട്ടിയ ആ ഒരു ബോഡി രമേഷ് കുമാറിൻ്റെതാണെന്നും ഇവർ പറയുകയായിരുന്നു. അടുത്തതായിട്ട് പോലീസുകാർ ചോദിച്ചത് ഈ ഒരു കൊലപാതകത്തിനും ഡോക്ടർ നിഖിലിനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതായിരുന്നു. അപ്പോൾ നിഹാരിക പറഞ്ഞു ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിഖിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇയാൾക്ക് ഇതിലുള്ള ബന്ധം എന്ന് പറയുകയാണ്. അപ്പോൾ പോലീസുകാർ ആ ഒരു കാർ ഓടിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീക്ക് ഉത്തരവില്ല. ആ സ്ത്രീ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. പോലീസുകാരെ എങ്ങനെയൊക്കെ തന്നെ ചോദിച്ചിട്ടും അത് ആരാണെന്നോ എന്താണെന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ ആ ഒരു സ്ത്രീ വാ തുറന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇനിയും ആ ഒരു സ്ത്രീയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വലിയൊരു ഉപകാരം ഉണ്ടാവും എന്നുള്ളത് പോലീസിന് തോന്നിയില്ല. അടുത്തതായിട്ട് അങ്ങനെ ഈ ഒരു ഡോക്ടർ നിഖിലിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ആളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഈ ഒരു മേർഡറിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ജസ്റ്റ് ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാനും മറ്റൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് തുറന്ന് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ശിക്ഷ വാങ്ങിത്തരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും അവരെ പോലെ തന്നെ പെടുമെന്നുള്ളൊരു കാര്യം ഈ ഒരു നിഖിലിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ നിഖിൽ നടന്ന കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു. താനും നിഹാരികയും ഒരുപാട് നാളുകളായിട്ട് സുഹൃത്തുക്കളാണെന്നും ഇതേപോലെ തന്നെ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തനിക്ക് ഒരുപാട് പണം തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ സമീപിച്ചതെന്നുള്ളൊരു കാര്യവും ആൾ പറയുകയാണ്. അതേപോലെ തന്നെ ആ ഒരു വണ്ടി ഓടിച്ചിരുന്ന ആളുടെ പേര് അതുൽ എന്നാണെന്നുള്ള കാര്യം കൂടെയും ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ ഈ ഒരു അതുൽ ആരാണ്, എവിടെയാണ് ആളുടെ സ്വദേശം, ആളെങ്ങോട്ടാണ് പോയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ തനിക്കറിയില്ല എന്നുള്ള കാര്യം കൂടെ ഈ ഒരു നിഖിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതിനുശേഷം പോലീസുകാർ വീണ്ടും നിഹാരികയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. നിഹാരികയുടെ അടുത്ത് പോലീസ് പറഞ്ഞു അതുൽ എന്നാണ് ആ ഒരു വണ്ടി ഓടിച്ചിരുന്ന പയ്യന്റെ പേരെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, നീ പറഞ്ഞാലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ എന്തായാലും അതുലിനെ പൊക്കും. ഇനിയിപ്പോൾ നീ നടന്ന കാര്യങ്ങൾ വൃത്തിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി ചിലപ്പോൾ കുറച്ച് ശിക്ഷയും കാര്യങ്ങളൊക്കെ ഇളവ് കിട്ടിയേക്കാം,
എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അനുഭവിക്കാൻ പോകുന്നത് വേറെ തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. സത്യത്തിൽ നീ പറയുന്നതാണ് നിനക്കും അതേപോലെ തന്നെ ഈ ഒരു അതുലിനും അതേപോലെ ഈ ഒരു ഡോക്ടർ നിഖിലിനും നല്ലത് എന്നുള്ളത് പോലീസുകാർ തീർച്ചയായിട്ടും പറയുകയാണ്. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയായിരുന്നു അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായെന്നാണ് പറയുന്നത്. അവസാനം വേറെ നിവൃത്തിയില്ലാതെ നിഹാരിക ഈ ഒരു അതിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ അടുത്ത് പറയാണ്. ആള് ഹരിയാന സ്വദേശിയാണെന്നും അവിടെയാണ് ആളുള്ളത് എന്നുള്ള കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ കർണാടക പോലീസ് ഈ ഒരു ഹരിയാന പോലീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ ഒരു നിഖിലിനെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ആൾ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരെ കർണാടകയിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇവരെ മൂന്നുപേരെയും പോലീസുകാർ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തനിക്കിനി യാതൊരു രക്ഷയില്ല എന്നുള്ളത് നിഹാരിക മനസ്സിലാക്കി. അവസാനം നടന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു നിഹാരിക പോലീസിൻ്റെ അടുത്ത് തുറന്നു പറയുകയാണ്. ആന്ധ്രയാണ് ഈ ഒരു നിഹാരികയുടെ സ്വന്തം സ്ഥലം. അവിടെയാണ് ആ ഒരു സ്ത്രീ ജനിച്ചു വളർന്നത്. അത്യാവശ്യം നല്ലൊരു ഫാമിലിയിലായിരുന്നു ജനിച്ചത്. ചെറുപ്പത്തിലേ തുടങ്ങി നോക്കുകയെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു. സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. എഞ്ചിനീയർ ആവണം, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് എന്താ പറയുക പുറത്തൊക്കെ പോയി ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു ആ ഒരു സ്ത്രീയുടെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് സ്കൂളിൽ നല്ല രീതിയിൽ പഠിച്ചു. അതിനുശേഷം എന്താ പറയുക എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്തു. അവിടെയും നല്ല രീതിയിൽ പഠിച്ചു. എന്നാൽ എഞ്ചിനീയറിങ് ആ ഒരു എന്താ പറയുക കോളേജിൽ വെച്ച് കഴിഞ്ഞിട്ട് അവർക്കൊരു പ്രണയം ഉണ്ടാവുകയാണ്. അങ്ങനെ അവർ നല്ല രീതിയിൽ പ്രണയിച്ചു. സെക്കൻഡ് ഇയറിൽ പ്രണയിച്ചു, തേർഡ് ഇയറിൽ പ്രണയിച്ചു. എന്നാൽ അതിനുശേഷം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരറിയാതെ ഇവർ രഹസ്യമായിട്ട് വിവാഹം കഴിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവർ രണ്ടുപേരും ജോലിക്കായിട്ട് ട്രൈ ചെയ്യാണ്. ഇവർക്ക് രണ്ടുപേർക്കും ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും നല്ല രീതിയിൽ ജോലിക്കും മറ്റൊക്കെ പോകാനായിട്ട് തുടങ്ങി. എന്നാൽ ചെറിയൊരു പ്രായമാണ്, പെട്ടെന്നുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞു. ജോലി കാര്യങ്ങൾ അത് ഇതൊക്കെ ആയിട്ട് ഇവർക്കിടയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരു പതിവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ ഇവരൊരുമിച്ച് ജീവിച്ചപ്പോൾ ഇനി അവരൊരുമിച്ചുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൽ അസാധ്യമാണെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അങ്ങനെ ഇവർ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിഹാരിക ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹരിയാനയിൽ വേറൊരു ജോലി അവർക്ക് ലഭിക്കുന്നത്. നേരെ അവിടെ പോയി ആ ഒരു കമ്പനിയിൽ അവർ ജോയിൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ അവർ ഡേറ്റിംഗ് ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാൾ മാച്ച് ആവുകയാണ്. ആളായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം ആളുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്തു. അതിനുശേഷം അവർ രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു. ഇവരുടെ വിവാഹ ജീവിതത്തിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ 2-3 വർഷം മുന്നോട്ട് പോയി. എന്നാൽ അതിനുശേഷം മറ്റൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുകയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ രണ്ടാമത്തെ ഹസ്ബൻഡ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൻ്റെ വൈഫിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. ആ ഒരു കംപ്ലൈൻറ്റിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാര്യ ഒരു ഫ്രോഡാണെന്നും തന്നെ പറ്റിച്ച് 70 ലക്ഷം രൂപയോളം അവർ തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു. പോരാത്തതിന് വേറൊരു കാര്യം കൂടെ അതിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ടാമത്തെ വിവാഹമാണെന്നുള്ളത് മറച്ചു വെച്ചിട്ട് പറ്റിച്ചിട്ടായിരുന്നു തന്നെ വിവാഹം കഴിച്ചത് തുടങ്ങിയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. സോ ആ ഒരു പൈസയും തനിക്ക് റിക്കവർ ചെയ്ത് തരണം, അതേപോലെ തന്നെ തനിക്ക് ഡിവോഴ്സും വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു അത്. അങ്ങനെ ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ നേരെ കോടതിയിലെത്തുകയാണ്. അങ്ങനെ ഇയാൾക്ക് ഡിവോഴ്സ് ലഭിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നിഹാരിക കുറച്ചു കാലം അവിടെയുള്ള ഒരു ജയിലിലോട്ട് പോവുകയും ചെയ്തു. പിന്നീട് എല്ലാം നഷ്ടപ്പെട്ട് നിഹാരിക ജയിലിലെത്തി. ആ ഒരു സമയത്താണ് വേറൊരു തടവ് പുള്ളിയുമായിട്ട് നിഹാരിക പരിചയത്തിലാവുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ അടുത്ത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഈ നിഹാരിക പറയാണ്. തനിക്ക് ആരുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്ത്രീ നിഹാരികയെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ്. അതായത് ഈ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ മകനെ താൻ പരിചയപ്പെടുത്തി തരാം, അവൻ നിനക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഈ ഒരു സ്ത്രീ നിഹാരികയുടെ അടുത്ത് പറയുകയായിരുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ മകൻ വേറെ ആരുമായിരുന്നില്ല, ഈ അതുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു. സോ ജയിലിൽ നിന്ന് ഇറങ്ങി സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു അതുലും അതുപോലെ തന്നെ നിഹാരികയും ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ പിന്നീട് അവർ പ്രണയത്തിലാവുകയും ചെയ്തു. അപ്പോഴും ലൈഫും കാര്യങ്ങളൊന്നും വലിയ സ്മൂത്തായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു ജോലി വേണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിഹാരിക പല സ്ഥലങ്ങളിലും ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ തെലങ്കാനയിൽ നിന്ന് അവർക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നേരെ തെലങ്കാനയിലോട്ട് പോയിട്ട് ആ ഒരു ജോലി ചെയ്യാം, ആന്ധ്രയുടെ അടുത്താണല്ലോ, എന്തായാലും നാടിൻ്റെ അടുത്തൊരു ജോലി എന്തായാലും നോക്കാമെന്നുള്ളൊരു മൈൻഡിൽ അവർ നേരെ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് കാമുകനായിട്ടുള്ള അതിൻ്റെ അടുത്ത് നിഹാരിക പറഞ്ഞു, ഞാൻ എന്തായാലും തെലങ്കാനയിൽ ചെന്നങ്ങായിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ, ജോബും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി റൂമും പരിപാടി എല്ലാം ഒന്ന് സെറ്റ് ആയതിനു ശേഷം നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം, അതിനുശേഷം നീ അവിടെ ഒരു ജോലി നോക്ക്, അതിനുശേഷം നമുക്ക് അവിടെ നല്ല സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു കാര്യം ആളുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ അവർ നേരെ ഫ്ലൈറ്റ് പിടിച്ചും കയറി നേരെ തെലങ്കാനയിലോട്ട് വരികയായിരുന്നു. അതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇവർ വേറൊരാളെ പരിചയപ്പെടുകയായിരുന്നു.
അത് വേറെ ആരും ആയിരുന്നില്ല, 53 വയസ്സുള്ള രമേശ് കുമാർ എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ആള് വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. ആള് ഓൾറെഡി കല്യാണം കഴിഞ്ഞ് 2 വലിയ മക്കളൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കോ പാസഞ്ചേഴ്സ് ആയിട്ട് ആ ഒരു ഫ്ലൈറ്റിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. അങ്ങനെ ഇവർക്കിടയിൽ ഒരു സൗഹൃദം ഉടലെടുക്കുകയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഹാരിക ആളെ വിളിക്കാനായിട്ട് തുടങ്ങി, ആള് നിഹാരികനെ വിളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവർ മണിക്കൂറുകളോളം സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇവർക്കിടയിൽ ഒരു പ്രണയം ഉടലെടുക്കുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, ഈ ഒരു പ്രണയം തലക്ക് പിടിച്ച രമേശ് കുമാർ തൻ്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഈ ഒരു നിഹാരികയെ കല്യാണം കഴിക്കുകയാണ്. നിഹാരിക നോക്കുമ്പോൾ കല്യാണത്തിന് ശേഷം വലിയൊരു ബംഗ്ലാവിലോട്ടാണ് അവർ പോകുന്നത്. പിന്നെ ഒരുപാടധികം ലക്ഷറി വണ്ടികൾ, ചിലവാക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ പൈസ, അതേപോലെ തന്നെ തനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ജോലിക്ക് വേറെ ആൾക്കാർ, വൻ ലക്ഷറി ലൈഫ് സ്റ്റൈൽ ആയിരുന്നു നിഹാരികയുടേത് ഈ ഒരു വിവാഹശേഷം. അങ്ങനെ നിഹാരിക ജോലിയും കാര്യങ്ങളൊക്കെ റിസൈൻ ചെയ്തിട്ട് ഹസ്ബൻഡിന്റെ പൈസയിൽ ലാവിഷായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം നടക്കുന്നത്. ഈ ഒരു രമേശ് കുമാറിൻ്റെ ഒരു ലാൻഡ് വിൽക്കാനുണ്ടായിരുന്നു. ആ ലാൻഡ് വിറ്റിട്ട് ആൾക്കൊരു 9 കോടി രൂപ കിട്ടുകയാണ്. അപ്പോൾ ക്യാഷായിട്ട് ആളുടെ കയ്യിൽ അത്രയും ഫണ്ട് വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫണ്ട് വന്ന കാര്യം ഈ ഒരു നിഹാരിക മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഫണ്ട് ചോദിക്കാം എന്നുള്ളൊരു പ്ലാനിൽ നിഹാരിക നിൽക്കുകയാണ്. അതായത് അത്രയും ഫണ്ട് തൻ്റെ അക്കൗണ്ടിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു നിഹാരികക്ക് ഉണ്ടായത്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു കാര്യം നിഹാരിക തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ രമേശ് കുമാർ ആ ഒരു സമയത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? നിനക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ ചെയ്തു തരുന്നില്ലേ? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വത്തിൻ്റെ മെജോറിറ്റി നിൻ്റെ പേരിലോട്ട് തന്നെ വരാനുള്ളതാണ്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടണ്ട. ഈ ഒരു കാശിൻ്റെ കാര്യവും അതും ഇതൊക്കെ ചോദിച്ച് എൻ്റെ അടുത്തോട്ട് വരണ്ട എന്നുള്ളൊരു കാര്യമായിരുന്നു അയാൾ ആ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. എന്നാൽ നിഹാരികക്ക് അത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു കോടീശ്വരനാണ്. ജസ്റ്റ് ആളുടെ ഒരു പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയെന്നുള്ളൊരു 9 കോടി രൂപ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ എനിക്ക് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഭാര്യയായിട്ട് ഞാൻ എന്തിനാണ് ഇരിക്കുന്നത്? ആളൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ളൊരു തോട്ടായിരുന്നു ഈ ഒരു സ്ത്രീയുടെ മൈൻഡിൽ വന്നത്. സത്യത്തിൽ അയാളോടുള്ള ആത്മാർത്ഥ പ്രണയം കൊണ്ടൊന്നുമല്ല അവർ അയാളെ വിവാഹം കഴിച്ചത്, ജസ്റ്റ് പൈസക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നല്ലോ. സോ 24 hours എങ്ങനെ ആ ഒരു ക്യാഷ് തൻ്റെ അക്കൗണ്ടിൽ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവരുടെ ചിന്ത. ഇവർ ചിന്തിച്ച് ഇവർക്ക് ഒരു ഉത്തരം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. യെസ്, ഈ ഒരു രമേശ് കുമാറിനെ ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9 കോടി രൂപയും തൻ്റെ പോക്കറ്റിലോട്ട് വീഴും. അതേപോലെ തന്നെ ഇയാളുടെ സ്വത്തിൻ്റെ വലിയൊരു പെർസെൻറ്റേജും തൻ്റെ കയ്യിലോട്ട് വരും എന്നുള്ളത് നിഹാരിക മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇയാളെ കൊല്ലാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും തുടങ്ങി. അങ്ങനെയാണ് തൻ്റെ ഹരിയാനയിലുള്ള കാമുകനായിട്ടുള്ള അതുലിനെ ഇവർ വിളിക്കുന്നത്. എന്നിട്ട് നിഹാരിക പറഞ്ഞു, ഞാനിപ്പോൾ തെലങ്കാനയിൽ വലിയൊരു കോടീശ്വരൻ്റെ കൂടെയാണ്. അപ്പോൾ ഇയാളെ നൈസായിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടും, അതായത് കോടികൾ കിട്ടും. പിന്നെ നമുക്ക് ജീവിതത്തിൽ പണിയെടുക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീ ഹെൽപ്പ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാം. അപ്പോൾ നീ നൈസായിട്ട് തെലങ്കാനയിലോട്ടൊന്ന് വരണം, കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇയാളെ നമുക്ക് ഇല്ലാതാക്കാം. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ സെറ്റാവും എന്നുള്ളൊരു കാര്യം പറയാണ്. അങ്ങനെ ഇയാൾ നേരെ ആ ഒരു തെലങ്കാനയിലോട്ട് എത്തുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. ഒരു ദിവസം നിഹാരിക തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഈ ഒരു രമേശ് കുമാറിൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് എപ്പോഴും ജോലി, ബിസിനസ്, വർക്ക്, ട്രിപ്പ്, അത് ഇതൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് തീരെ ടൈമില്ല. എന്നെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിട്ട് എത്ര നാളായി, നമുക്ക് ഒരു ലോങ് ഡ്രൈവ് പോകാമെന്നുള്ളൊരു കാര്യം ഈ സ്ത്രീ ആളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ രമേശ് കുമാറിന് അതിന് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ അവർ ആ ഒരു റെഡ് ബെൻസ് കാറിൽ തെലങ്കാനയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. ഒരു വലിയ ലോങ് ഡ്രൈവ് ആയിരുന്നു അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഹാരിക പറയുന്ന വഴിയിലൂടെ ആയിരുന്നു ആൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ഹോട്ടലിൻ്റെ അടുത്തുകൂടി ഒരു കാറ് പോവാണ്. അപ്പോൾ നിഹാരിക പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ ഒരു ഹോട്ടലിൽ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാറ് നേരെ ആ ഒരു ഹോട്ടലിലോട്ട് വളച്ച് കയറ്റി അവർ രണ്ടുപേരും ആ ഒരു ടേബിളിൽ ചെന്നിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളിതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ നിഹാരിക പെട്ടെന്ന് തന്നെ അതുൽ എന്ന് പറഞ്ഞ കാര്യം വിളിച്ചു. അപ്പോൾ ആളും തിരിഞ്ഞു നോക്കി. ആ നിഹാരിക, നീ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. അതായത് ഇവർ രണ്ടുപേരും കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ സ്ട്രേഞ്ചേഴ്സിനെ പോലെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ ആക്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു ഇത് ആരാണെന്നുള്ളത്. അപ്പോൾ ഹരിയാനയിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. കുറേ വർഷങ്ങളായി ഞാൻ ഇവനെ കണ്ടിട്ട്, ഇവനെന്താണ് ഇവിടെ എന്നുള്ളൊരു രീതിയിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ ഒരു സ്ത്രീ പറയാണ്. അപ്പോഴത്തേനും അതിൽ അങ്ങോട്ട് വന്നു. എന്നിട്ട് അതിലും നിഹാരികയും സംസാരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ ആ ഒരു ടേബിളിൽ തന്നെ ആളോട് ഇരിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരും സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ പറഞ്ഞു, തനിക്കിപ്പോൾ ഹരിയാനയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്, ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് താൻ ഇങ്ങോട്ട് വന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം പോകാനുണ്ട്, അപ്പോൾ ടാക്സിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഇവർ സംസാരിച്ച് വന്നപ്പോൾ ഇവരൊക്കെ ട്രാവൽ ചെയ്യുന്നത് ഒരേ റൂട്ടിലോട്ടാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ ഈ ഒരു നിഹാരിക പറഞ്ഞു അതുലിൻ്റെ അടുത്ത്, എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇനിയിപ്പോൾ ടാക്സി പിടിക്കാനൊന്നും നിൽക്കണ്ട, ഞങ്ങളും ആ വഴിക്ക് തന്നെയാണ് പോകുന്നത്, അപ്പോൾ ഞങ്ങളെ കാറിൽ വായോ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ രമേശ് കുമാർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, തൻ്റെ വൈഫിൻ്റെ പഴയ ഒരു ഫ്രണ്ടിനെ കാണുന്നു, അതേപോലെ തന്നെ ആൾക്കും നമുക്കും പോകാനുള്ളത് ഒരേ ഡയറക്ഷനിലോട്ടാണ്. അപ്പോൾ ആളും പറഞ്ഞു വായോ വേറെ ടാക്സി ഒന്നും വിളിക്കണ്ട, നമ്മളെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞു. അവസാനം അതിലിങ്ങനെ സമ്മതിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇവരുടെ പ്ലാൻ ആയിരുന്നു എന്നുള്ളത് ആ സമയത്ത് ആ ബിസിനസ്സുകാരൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ഒരു 3 ജ്യൂസിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ട് ഓരോരുത്തരും ഓരോ ജ്യൂസ് ബോട്ടിൽ കുടിക്കുകയാണ്. നിഹാരികയായിരുന്നു കേട്ടോ ആ ഒരു ജ്യൂസ് ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സംഭവിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിഹാരിക ഈ ഒരു രമേശ് കുമാറിൻ്റെ ബോട്ടിൽ കുറച്ച് മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ചേർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും ആ ഒരു ജ്യൂസ് കുടിച്ചു. ഇവർ രണ്ടുപേരും ഇവരവരുടെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾക്ക് എന്തൊക്കെയോ ഒരു തലവേദനയും ഒരു വോമിറ്റിംഗ് സെൻസേഷനും എന്തൊക്കെയോ ഒരു വെല്ലായിക ഫീൽ ചെയ്യാണ്. അപ്പോൾ ആൾ വണ്ടി നൈസായിട്ട് സൈഡിൽ ഒതുക്കി നിർത്തി. എന്നിട്ട് അതുലിൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഹോട്ടലിലത്തെ ഫുഡ് എനിക്ക് പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ തലവേദന എടുക്കുന്നുണ്ട്, വണ്ടി ഓടിക്കാനൊക്കെ ആകെ ഒരു ബുദ്ധിമുട്ട്, താനൊന്ന് വണ്ടി ഓടിക്കുക എന്നുള്ളത് അതുലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അതുൽ ഓക്കെ ഞാൻ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. ആൾ നേരെ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. ഇയാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ബാക്ക് സീറ്റിൽ കയറിയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ആള് കയറിയിരുന്ന് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആളുടെ ബോധം പോവുകയും ചെയ്തു. രമേശ് കുമാറിന്റെ ബോധം പോയെന്ന് മനസ്സിലാക്കിയ അവര് ആളൊഴിഞ്ഞ സ്ഥലത്ത് ആ ഒരു കാറ് നിർത്തിയിട്ട് നിഹാരികയുടെ ഷോൾ ഉപയോഗിച്ചുകൊണ്ട് ആളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അയാളുടെ ബോഡി നേരെ എടുത്ത് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചു. എന്നിട്ട് ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് നിഹാരിക പറയുന്നത്, എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കർണാടകയിലോട്ട് പോവാം, അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഒരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യായിരിക്കും, അങ്ങോട്ട് ചെന്ന് നോക്കാമെന്ന് പറയാണ്. അങ്ങനെയാണ് നേരെ ഡോക്ടർ നിഖിലിൻ്റെ അടുത്തോട്ട് ഇവരെത്തുന്നത്. എന്നിട്ട് നിഖിലിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊന്നു, ആളുടെ ബോഡി ഡിക്കിയിലിരിക്കുന്നുണ്ട്, ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിഖിൽ ആകെപ്പാട് ആദ്യം ഷോക്കായി, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിഹാരിക ബാക്കി ഡീറ്റെയിൽസ് കൂടെ പറയാണ്. ഇയാൾ വലിയൊരു കോടീശ്വരനാണ്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വലിയൊരു എമൗണ്ട് എൻ്റെ കയ്യിലേക്ക് വരാണ്ട്, പിന്നെ ഈ ഒരു 9 കോടി രൂപയും എൻ്റെ കയ്യിലേക്ക് വരാണ്ട്, ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ സെറ്റിൽ ആവാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ തരാം, ഈ ഒരു സമയത്ത് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കും വേറെ വർക്കൊന്നും ചെയ്യേണ്ടിയേ വരില്ല, അത്രത്തോളം കാശ് ഇയാളുടെ കയ്യിലുണ്ട്, സോ ജസ്റ്റ് ഒന്ന് കൂടെ നിന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അവസാനം നിഖിലും സമ്മതിച്ചു. അവരോട് വീട്ടിൽ കയറിയിരിക്കാൻ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ കുറച്ച് നേരം കഴിയട്ടെ, കുറച്ച് നേരം കഴിയുമ്പോൾ നേരം നന്നായിട്ട് ഇരുട്ടും, അതിനുശേഷം നമുക്ക് വേറൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 150-170 കിലോമീറ്റർ മാറിയിട്ട് ഒരു കോഫി പ്ലാന്റേഷൻ ഉണ്ട്. അങ്ങനെ ആളുകളൊന്നും പോകാത്തൊരു റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടോട്ട് കൊണ്ടുപോയിട്ട് ആ ഒരു ബോഡി നമ്മൾ കത്തിക്കാം. അപ്പോൾ എന്താ പറയുക, പിന്നെ ആരുടേതാണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആ ഒരു ബോഡിയും കാര്യങ്ങളും ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കേസ് ഇല്ലാതായി പൊക്കോളും എന്നുള്ളൊരു തോട്ടായിരുന്നു ഇവർക്ക് ഉണ്ടായത്. ഈ ഒരു പ്ലാൻ നിഹാരികക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു കൊലപാതകം നടത്തിയത് തെലങ്കാനയിൽ വെച്ചിട്ടാണ്. ബോഡി കർണാടകയിലെ ഏതോ ഒരു ഉൾക്കാട്ടിലാണ് നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് കറങ്ങി തിരിഞ്ഞ് തൻ്റെ അടുത്തോട്ട് വരില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു നിഹാരികക്കും അതേപോലെ തന്നെ ഒരു അതുലിനും ഈ നിഖിലിനും ഉണ്ടായത്. അങ്ങനെ ഒരു പെട്രോളും കാര്യങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്തു. നേരെ ഇതേപോലെ തന്നെ രാത്രി ടൈം ആയപ്പോൾ ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കിയിട്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ആരും അറിയാതെ ആ ഒരു പ്ലാന്റേഷൻ്റെ അകത്ത് കയറി ഒരുപാട് ദൂരം ഉള്ളിൽ പോയിട്ട് ആ ഒരു ബോഡി അവർ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ബോഡി പൂർണ്ണമായിട്ടും കത്തി നശിച്ചു പോകുമെന്നുള്ളൊരു കാര്യമായിരുന്നു അവർ കരുതിയത്. എന്നാൽ ഏകദേശം ഒരു 10-50% കത്തിയതിന് ശേഷം ഈ ബോഡി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ പണിക്കാർ വരുമ്പോൾ എന്തൊക്കെയോ ഒരു പുകയും ഒരു എന്തോ സ്മെല്ലും ഒക്കെ കൂടെ കണ്ടിട്ട് അവരത് ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ പോലീസിനെ വിവരം അറിയിക്കുന്നതും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും. ഇനിയിപ്പോൾ ഇവരുടെ 3 പേരുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നേരെ തന്നെ ഈ ഒരു ഡോക്ടർ നിഖിലിനെ ആളുടെ വീട്ടിലാക്കി. അതിനുശേഷം അതുൽ നേരെ ഹരിയാനക്ക് പോയി. ഇവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുത്തിങ്ങായിട്ട് നേരെ തന്നെ എന്താ പറയുക തെലങ്കാനയിലോട്ട് എത്തുകയായിരുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള മിസ്സിംഗ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തു. ഓക്കെ, തങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നിഹാരികക്ക് മറ്റൊരു ന്യൂസ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ പ്ലാന്റേഷനിൽ നിന്ന് പകുതി മുക്കാലും കത്തിക്കരിഞ്ഞൊരു ബോഡി കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസായിരുന്നു അത്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പോലീസുകാർ ട്രാക്ക് ചെയ്ത് തങ്ങളുടെ പിന്നാലെ വരാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതിനും മറ്റൊക്കെ വേണ്ടിയിട്ടായിരുന്നു നേരെ അവിടെ നിന്ന് എസ്കേപ്പായിട്ട് ഈ ഒരു ഡോക്ടർ നിഖിലിൻ്റെ അടുത്തോട്ട് എത്തുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇവരെ 3 പേരെയും ട്രാക്ക് ചെയ്ത് പിടികൂടുകയായിരുന്നു. ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ 2 പേരും ഇപ്പോൾ ജയിലിലാണ്. അതായത് ഈ കേസിലെ മെയിൻ പ്രതികളായിട്ടുള്ള നിഹാരികയും അതുപോലെ തന്നെ അതുലും. ഇപ്പോൾ ഡോക്ടർ നിഖിലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഈ ഒരു മേർഡറിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലല്ലോ.
അതായത് ഇയാൾ ഈ ഒരു ബോഡി ഒളിപ്പിക്കാനായിട്ടാണ് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആൾക്ക് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും ഈ ഒരു കേസിൻ്റെ വിധി വരുമ്പോൾ ശിക്ഷാ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്ത് വിധി വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.